മലപ്പുറം മഞ്ചേരിയിൽ വൻ ലഹരിവേട്ട 39 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായത് കൊളത്തൂർ കുരുവമ്പലം സ്വദേശി മുഹമ്മദ് റിഷാദ്. മലപ്പുറം നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി NO സിബിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. തൃശൂർ കയ്പമംഗലത്ത് നിന്നും 13 ഗ്രാം MDMA-യുമായി യുവാക്കൾ പിടിയിൽ. കയ്പമംഗലം സ്വദേശി ഫരീദ്, ചന്ദ്രാപിണ്ടി ഈസ്റ്റ് സ്വദേശി സാബിത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം കാളികാവ് നീലഞ്ചേരിയിൽ കാട്ടുപന്നി ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ കോളേജ് അധ്യാപകന് പരിക്ക്. നീലഞ്ചേരി മുഹമ്മദ് ഷരീഫ് അൽ ഹസനിക്കാണ് പരിക്കേറ്റത്. ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് തൃത്താല ഡോക്ടർ KB മേനോൻ മെമ്മോറിയൽ സ്കൂളിലെ പഴയ വാഹനങ്ങൾ നിർത്തിയിട്ട ഷെഡിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. പാലക്കാട് വല്ലപ്പുഴയിൽ സ്കൂട്ടർ യാത്രക്കാരുടെ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതി പിടിയിലായത് വളാഞ്ചേരി സ്വദേശി സൽമാൻ. ചുണ്ടമ്പറ്റ സ്വദേശിനി രാജിയുടെ മാലയാണ് പ്രതി കവർന്നത്. ഭാരതപ്പുഴയിലെ കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ ക്രൈംബ്രിഡ്ജിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. അനുബന്ധ റോഡിന്റെ സ്ഥലമെടുപ്പ് പൂർത്തിയായാൽ മെയ് മാസത്തിൽ പാലം തുറന്നുകൊടുക്കാൻ കഴിയുമെന്ന് കരാർ കമ്പനി അധികൃതർ അറിയിച്ചു. മലപ്പുറം എടയൂർ അത്തിപ്പറ്റ മസ്ജിദ് റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ CPIM-ന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം രാഷ്ട്രീയ നാടകമെന്ന് എടയൂർ പഞ്ചായത്ത് ഭരണസമിതി. കഴിഞ്ഞ 4 വർഷത്തിലധികമായി അസഹ്യമായ ദുർഗന്ധത്താൽ പൊറുതിമുട്ടിയ പരിസരവാസികളെ വിഡ്ഢികളാക്കി കൂടെ നിർത്താനാണ് CPIM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു. ആലപ്പുഴ വിയപുരം യൂത്ത് കോൺഗ്രസ് KSU മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിയപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ 6 ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 20 ടീമുകൾ പങ്കെടുത്തു. ടൂർണമെന്റിൽ ഫൈനൽ മത്സരത്തിൽ ഓൾഡ് കാസിൽ FC 4-1 അസർ ഗാർഡിയൻസ് FCയെ പരാജയപ്പെടുത്തി. തുടർന്ന് നടന്ന സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് തായങ്കരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 76ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത NCC കേഡറ്റുകളെ ആദരിച്ചു. NCC കേഡറ്റുകളായ സനത് NS, ആഷിത പണിക്കർ എന്നിവരെയാണ് ആദരിച്ചത്. നവാഗതനായ ഇല്യാസ് മുടങ്ങാശ്ശേരി തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ഒരു വയനാടൻ പ്രണയകഥ എന്ന ചിത്രത്തിന്റെ ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തിറങ്ങി. ലെജിൻ ചെമ്മാനി എഴുതിയ വരികളിൽ മുരളിയെ അപ്പാടത്ത് സംഗീതം നൽകിയ ഗാനം വിജയ് യേശുദാസാണ് ആലപിച്ചിരിക്കുന്നത്. അരുൺ വൈഗ സംവിധാനം ചെയ്യുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നടന്മാരായ പൃഥ്വിരാജ് സുകുമാരൻ, ദുൽഖർ സൽമാൻ എന്നിവരുടെ ഒഫീഷ്യൽ പേജിലൂടെ പ്രകാശനം ചെയ്തു. ജോണി ആന്റണി, രഞ്ജിത്ത് സജീവ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്.